ഇൻഷാ അല്ലാഹ് ഈ തവണ ശംസുൽ ഉലമ ഖുത്ബി അവരുടെ പേരിൽ അവാർഡ് കൊടുക്കുകയെന്നും 5 കൊല്ലം കൂടുമ്പോൾ ആ അവാർഡ് അങ്ങനെ തന്നെ നിലനിർത്തി പോരുകയും അത് അർഹന്മാരായ ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് നൽകുകയും ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. വൈജ്ഞാനികമായി ദീനിൻ്റെ വിജ്ഞാനവും ഒഴുവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം എന്ന നിലക്ക് ദർസുകളും കിതാബ് രചനകളും ഗ്രന്ഥരചനയുമായി സദാസമയവും നിരതരായി കഴിയുന്ന പണ്ഡിതന്മാരെ വൈജ്ഞാനികമായി കേമന്മാരുമായിട്ടുള്ള പണ്ഡിതന്മാർ നോക്കിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഊണിലും ഉറക്കിലും അവർക്ക് ദീനീ വിജ്ഞാനത്തിനു വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി. ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവ മുസ്ലിയാർ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ എന്ന AP സമസ്തയുടെ മുശാവറ അംഗവും അവരുടെ ഒരു നേതാവുമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വയസ്സ് ചെന്ന ഒരു പണ്ഡിതനാണ്. കുറേ അധികം എന്നെക്കാളിലൊക്കെ വയസ്സുണ്ട്, നല്ല വയസ്സുണ്ട്. ആ വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത മാസകലം അദ്ദേഹം കോടമ്പുഴ ദാറുൽ മആരിഫ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കോളേജുണ്ട്. അവിടെ സജീവമായി ദർസിന് വരുന്നുണ്ട്, ദർസ് നടത്തുന്നുണ്ട് വയ്യാഞ്ഞിട്ടും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നിരവധി ഗ്രന്ഥങ്ങളാണ്. മലയാളത്തിലായിട്ടും അറബിയിലായിട്ടും ധാരാളം ഗ്രന്ഥങ്ങൾ, ദർസിയായ കിതാബുകൾ തന്നെ ധാരാളം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബൈളാവിക്ക്, ജലാലീനിക്ക്, അങ്ങനെ ഒരുപാട്, ഫതുഹുൽ മുഈനെ ചുരുക്കിയിട്ട് ഖുലാസ. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ തന്നെ പല ദർസുകളിലും AP വിഭാഗത്തിൻ്റെ ദർസുകളിലൊക്കെ ദർസി കിതാബായി തന്നെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പണ്ഡിതൻ എന്ന നിലക്ക് വിജ്ഞാനത്തിനും എൽമിനും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെയും ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദർസും ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള തൂരിക കൊണ്ടുള്ള അധ്വാനവുമായി രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന ഒരു 3 വ്യക്തികളെയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംഘടനാ വ്യത്യാസമില്ലാതെ അർഹന്മാരാണെന്ന് ആര് കേട്ടാലും ബോധ്യപ്പെടുന്നവരാണ് ഇവർ 3 പേരും.